ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്? പറയൂ. നമുക്കറിയാം ഗ്രൂപ്പ് 1 മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഗ്രൂപ്പ് 1 മെമ്പേഴ്സ് ആണ് ലിഥിയം, ദെൻ സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, ദെൻ സീഷ്യം, ലാസ്റ്റ് ഫ്രാൻഷ്യം അല്ലേ? ഇത്രയും മെമ്പേഴ്സ് ആണ് ഗ്രൂപ്പ് 1. നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇത്. ഇനി ഇവരുടെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരുന്നത്? നമുക്കറിയാം NS1 ആണെന്ത് കോമൺ കോൺഫിഗറേഷൻ വരുന്നത് അല്ല, അതായത് എസ് സബ്ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്. ഇനി ഗ്രൂപ്പ് 2 മെമ്പേഴ്സ് ഏതൊക്കെയാ? ഗ്രൂപ്പ് 2 മെമ്പേഴ്സ് ആണ് ബെറിലിയം, മാഗ്നീഷ്യം, ദെൻ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ദെൻ റേഡിയം അല്ലേ? അപ്പം ഈ മെമ്പേഴ്സിനെ ഓർത്ത് വെക്കുക. നമുക്ക് എന്തായാലും ഓരോ ബ്ലോക്ക് പഠിക്കുമ്പോൾ അതിൽ മെമ്പേഴ്സ് അറിഞ്ഞു വെച്ചാൽ അതിന്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ഓർഡർ ഒക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇവരുടെ കോമൺ കോൺഫിഗറേഷൻ എന്താ വരുന്നത്? NS2 ആണ് അല്ലേ? അതായത് വാലൻസ് ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എന്തായാലും ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇതിന്റെ വാലൻഷ്യൽ കോൺഫിഗറേഷൻ വരുന്നത് ഗ്രൂപ്പ് 1 ആണെങ്കിൽ NS1 ആണ്, ഗ്രൂപ്പ് 2 NS2. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ത് എല്ലായ്പ്പോഴും കാണിക്കുന്നത്. ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ആണ്. ഇതൊക്കെ ജനറലി നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്തായാലും ഒന്ന് നോക്കാം. അടുത്തത് മെറ്റാലിക് ക്യാരക്ടർ എന്താണ്? പറയൂ. നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ പൊതുവെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് എന്താണ് കൂടുതലാണ് ആണല്ലോ. ദെൻ ഇതില് ഗ്രൂപ്പിലാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് എങ്ങനെ വരുന്നത്? മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും എങ്ങനെയാണ് മെറ്റാലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അത് നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിനാണെന്ത് ഏറ്റവും കുറവ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്. അതേസമയം നമ്മൾ സീഷ്യൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് സീഷ്യത്തിനൊക്കെയാണ് ഹയർ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്. ഓക്കെ ആണല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി ആറ്റോമിക് അതുപോലെ അയോണിക് സൈസിന് എന്താണ് വരുന്നത്? അറിയാം, അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റോമിക് സൈസ് അതുപോലെ അയോണിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? സോ അത് ഓർത്ത് വെക്കുക. അതിനിപ്പോ ഗ്രൂപ്പ് 1 ആണെങ്കിലും ഗ്രൂപ്പ് 2 ആണെങ്കിലും അത് ജനറലി കറക്റ്റ് തന്നെയാണ്. ഇവിടെ ലിഥിയത്തിന് എന്ത് ആറ്റോമിക് സൈസ് കുറവാണ്. ദെൻ ലിഥിയം, ദെൻ സോഡിയം, ദെൻ പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ ക്രമം വരുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സീഷ്യാണ് വളരെ ലാർജസ്റ്റ് ആറ്റോമിക് സൈസ് വരുന്നത്. അതേപോലെ ലിഥിയത്തിനാണ് കമ്പാരിറ്റീവ്ലി സ്മോളസ്റ്റ് സൈസ് വരുന്നത് ഗ്രൂപ്പ് 1-ൽ. ഇനി ഗ്രൂപ്പ് 2 ആണെങ്കിൽ ബെറിലിയാണ് സ്മോളസ്റ്റ് സൈസ്. ദെൻ ബേരിയം അതുപോലെ റാഡിയം ഒക്കെയാണ് എന്ത് ഗ്രൂപ്പ് 2-ലെ ലാർജസ്റ്റ് മെമ്പേഴ്സ്. ദെൻ അയണൈസേഷൻ എന്തൽപി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്താ വരുന്നത്? നമുക്കറിയാം അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പിൽ അതിന് ട്രെൻഡ് വരുന്നത് മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അത് കുറയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ, ഇവിടെ സീഷ്യത്തിനൊക്കെ അയണൈസേഷൻ എനർജി എന്താണ് വളരെ കുറവാണ്. അതേപോലെ ലിഥിയത്തിനെ സംബന്ധിച്ച് എന്താ, ലിഥിയം ബെറിലിയം ആവട്ടെ ഇതിനൊക്കെ അയണൈസേഷൻ എനർജി എന്താണ് കൂടുതലാണ്. ഓക്കെ അല്ലേ? സോ ആ ട്രെൻഡ് എന്ന് ഓർത്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ വരുന്നത്? നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി പൊതുവെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് എന്താണ് കുറവാണ് അല്ലേ? നമ്മളിപ്പോൾ പീരീഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടാണ്, അല്ലെങ്കിൽ ഹാലജൻസിനൊക്കെയാണ് എന്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത് അല്ലേ? സോ നമുക്ക് ഇവിടെ പറയാൻ എന്താ, നമ്മുടെ ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിന് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ ചെറിയ വാല്യൂസ് ആണ്. ഓക്കെ ആണല്ലോ? പിന്നെ മിക്ക കോമ്പൗണ്ട്സും തന്നെയാണ് അയോണിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. കോവാൽ നേച്ചർ കാണിക്കുന്ന ആളുകളുണ്ട്, എന്തായാലും മെജോറിറ്റി ആളുകളും തന്നെയാണ് അയോണിക് കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഇനി റിയാക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ് ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയാ
ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവയെ കെറോസിനിലും അല്ലെങ്കിൽ പാരഫിൻ വാക്സിലൊക്കെയാണ് അവ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് അല്ലെങ്കിൽ H2 ആയിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് പ്യുവർ ഫോമിൽ ശരിക്ക് ഇവര് കിട്ടാൻ വളരെ പാടാണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം അത് ഹൈലി റിയാക്റ്റീവ് എലമെന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ റിയാക്ടിവിറ്റിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? റിയാക്ടിവിറ്റി നമുക്കറിയാം, ലിഥിയത്തിനാണ് എന്ത് റിയാക്ടിവിറ്റി കുറവ്, ദെൻ സോഡിയം, പിന്നെ വരുന്നതാണ് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം അല്ലേ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പിലാണെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ആളാരാണ്? സീഷ്യാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിലെ മിക്ക കോമ്പൗണ്ട്സും തന്നെയാണ്, എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരെന്താ? ആൽക്കലി മെറ്റൽസ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇവ എന്താണ്, മിക്ക ആളുകളും മെറ്റൽ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ, എന്താ പറയാ, അതിന്റെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് ആണ്. നമ്മൾ എന്താ പറയാ, ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ അയൺ ആവട്ടെ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ തുടങ്ങിയ എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് അതുപോലെ ഗ്രൂപ്പ് 2 എലമെന്റ്സ് തന്നെ കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം അവിടെ എന്താണ് ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ 2 എലമെന്റ്സിലൊക്കെ ഡി ഓർബിറ്റൽസിന്റെ ആബ്സെൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതൊരു കാരണമാണ്. എന്തായാലും ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, മിക്ക ആളുകളും തന്നെയാണ് സോഫ്റ്റ് എലമെന്റ്സ് തന്നെയാണ്. പിന്നെ പൊതുവെ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നതിലാണ്, കെറോസിനിലാണ്. കാരണം ഇത് എയറിലും അല്ലെങ്കിൽ വാട്ടറിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവെ സ്റ്റോർ ചെയ്യാറുള്ളത് കെറോസിനിലാണ്. പിന്നെ അതിനെ ആൽക്കലി മെറ്റൽസ് പൊതുവെ വിളിക്കാൻ കാരണം എന്താ? അത് വാട്ടറുമായി റിയാക്ട് ചെയ്ത് നമുക്ക് ആൽക്കലീസ് ആണ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം H2 ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NaOH അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ അല്ലേ. പിന്നെ ഇവ പൊതുവെ ഫോം ചെയ്യുന്ന അയോൺ തന്നെയാണ്, ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് നമുക്ക് എന്ത്, ഇപ്പൊ Na ആണെങ്കിൽ Na+ അല്ലെങ്കിൽ Li+, അങ്ങനെയൊക്കെയാണ് എന്ത്, അല്ലെങ്കിൽ K+ അയോൺസ് ഒക്കെയാണ് ഇവ പൊതുവെ ജനറലി ഫോം ചെയ്യുന്നത്. പിന്നെ ഫ്ലെയിം ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ നോക്കൂ, ഇപ്പം ലിഥിയ ആവട്ടെ, സോഡിയം ആവട്ടെ, പൊട്ടാഷ്യം ആവട്ടെ, റുബീഡിയം, സീഷ്യം, ഇതിനൊക്കെ വ്യത്യസ്ത നിറങ്ങളാണ് നമുക്ക് കത്തിക്കുന്ന സമയത്ത് കിട്ടുന്നത്. അത് നോക്കാം. ലിഥിയത്തിന്റെ കളർ നോക്കൂ, ലിഥിയത്തിൻ്റെത് ക്രിംസൺ റെഡ് ആണ് വരുന്നത്. അതേസമയം സോഡിയം നമ്മൾ ഫ്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിറം ഗോൾഡൻ യെല്ലോ കളറാണ്. ദെൻ പൊട്ടാഷ്യത്തിന്റെ നിറം വരുന്നത് ലൈലാക് നിറാണ്. ദെൻ റുബീഡിയത്തിൻ്റെത് റെഡ് വയലറ്റ്, സീഷ്യം ബ്ലൂ വയലറ്റ്. ഈ ജസ്റ്റ് കളേഴ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് എന്ത് മേ ബി ചേരുംപടി ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും റാൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ചോദിച്ചിട്ട് അതിന്റെ കളർ ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ഫ്ലെയിം ടെസ്റ്റിലെ കളർ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാ? ബെറിലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം അല്ലേ. ഇതില് നമുക്കറിയാം റേഡിയം എന്ന് പറയുമ്പോൾ എന്താ, ഇതിലെ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ത്, ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെന്റ് തന്നെയാണ് റേഡിയം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഇത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ ഫസ്റ്റ് ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 എലമെന്റ്സ് എന്താണ്, പൊതുവെ ഹാർഡർ ആണ്. ഓക്കെ, അതേസമയം ഇത് രണ്ടും നമ്മൾ എന്താ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ഇത് സോഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് എന്താ, ഇത് റിയാക്ടിവിറ്റി നമ്മൾ ഗ്രൂപ്പ് 1 അപേക്ഷിച്ച് ഗ്രൂപ്പ് 2 എലമെന്റ്സ് എന്താണ്, റിയാക്ടിവിറ്റി പൊതുവെ കുറവാണ്. പിന്നെ നമ്മളിപ്പോ ബെറിലിയം, മാഗ്നീഷ്യം ബാക്കി എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവ ജനറലി കാണിക്കുന്ന അയോൺസ് എന്താണ്, M2+ അയോൺസ് ആണ്. അതായത് ഇപ്പോൾ കാൽഷ്യം ആണെങ്കിൽ Ca2+ അയോൺസ്, അല്ലെങ്കിൽ മഗ്നീഷ്യം ആണെങ്കിൽ Mg2+ അയോൺസ്, അല്ലെങ്കിൽ ജനറലി M2+ അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫ്ലെയിം ചെയ്യുമ്പോഴുള്ള കളേഴ്സ് നോക്കുകയാണെങ്കിൽ കാൽഷ്യത്തിന്റെ നിറം എന്താണ്, ബ്രിക്ക് റെഡ് കളറാണ് കാണിക്കുന്നത്. ദെൻ സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് ആണ് കാണിക്കുന്നത്. ദെൻ ബേരിയത്തിൻ്റെത് ആപ്പിൾ ഗ്രീൻ. ഈ 3 ആളുകളെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാൽഷ്യത്തിന്റെ എന്താണ്, ബ്രിക്ക് റെഡ് കളറാണ്. ദെൻ സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ്, ബേരിയത്തിൻ്റെത് ആപ്പിൾ ഗ്രീൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം.
ഓക്കെ, അതായത് ഗ്രൂപ്പ് 1 എലമെന്റ്സിലെ ബാക്കി എല്ലാ എലമെന്റ്സിനെ നോക്കുമ്പോൾ ലിഥിയത്തിന് മാത്രം എന്ത് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിഥിയത്തിന് അല്ലെങ്കിൽ പൊതുവെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്താണ്, സോഫ്റ്റ് മെറ്റൽസ് ആണ് പറഞ്ഞിരുന്നു. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ലിഥിയം എന്താണ്, ലിഥിയം ഒന്നാം ഗ്രൂപ്പ് എലമെന്റ് ആണല്ലോ, പക്ഷെ ലിഥിയം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഹാർഡ് ആണ്. ഓക്കെ, ഒരു ഹാർഡ് മെറ്റലാണ് ശരിക്കും എന്ത് ലിഥിയം വരുന്നത്. പക്ഷെ ബാക്കി എല്ലാ എലമെന്റ്സും സോഡിയം ആവട്ടെ, പൊട്ടാഷ്യം ആവട്ടെ, റുബീഡിയം ആവട്ടെ, ഇതെല്ലാം സോഫ്റ്റ് മെറ്റൽസ് ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ എന്തുകൊണ്ട് ഈ ലിഥിയം ഇങ്ങനെ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നു? ഇനിയിപ്പോ ലിഥിയം പോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആയിട്ടുള്ള ബെറിലിയം എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി അതിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ സെക്കൻഡ് പീരീഡിൽ വരുന്ന ആളുകൾ തന്നെയാണല്ലോ നമ്മുടെ ലിഥിയം ആവട്ടെ, ബെറിലിയം ഒക്കെ ആവും. ഓക്കെ, അപ്പം ലിഥിയം ഒന്നാമത്തെ ഗ്രൂപ്പിലും അതുപോലെ ബെറിലിയം രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കുമ്പോൾ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഒന്ന് നമുക്കറിയാം ലിഥിയത്തിന്റെ സൈസ്. ഓക്കെ, സ്മോൾ സൈസ് ആണ്, അതുകൊണ്ടാണ് എന്ത് ആ ഒരു വ്യത്യാസം കാണിക്കുന്നത്. അതുപോലെ ബെറിലിയം ആണെങ്കിലും നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബെറിലിയത്തിന്റെ കേസ് ആണെങ്കിലും ഇതേപോലെ എന്താ സ്മോളസ്റ്റ് സൈസ് ആണ് വരുന്നത്. അതുപോലെ മറ്റു ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിനാണെങ്കിലും ബെറിലിയത്തിനാണെങ്കിലും എന്താണ് ഹൈ അയണൈസേഷൻ എനർജിയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇവർക്ക് എന്താണ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് ആണ് വരുന്നത്. ദെൻ ഇതിന്റെ പോളറൈസിങ് പവർ നോക്കുകയാണെങ്കിലും ഇതിന് കൂടുതലാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചാർജ് ടു മാസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ പൊതുവെ ഇവർക്ക് എന്താണ് ഗ്രൂപ്പ് 1 ലീഥിയത്തിനും അവർ ഗ്രൂപ്പ് 2 ബെറിലിയത്തിനും എന്താണ് ചാർജ് ബൈ മാസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ മനസ്സിലാവും, സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് പൊതുവെ എന്താ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ഓർബിറ്റിൽ കാണപ്പെടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റിലും ഇവിടെ എന്താണ്, ഇവിടെ ലിഥിയത്തിന് ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ലിഥിയം അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? സ്മോളസ്റ്റ് സൈസ്, ഹൈ ഇ/എം റേഷ്യോ അല്ലെങ്കിൽ ചാർജ് ടു മാസ് റേഷ്യോ, ദെൻ ഹൈ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഹൈ പോളറൈസിംഗ് പവർ, ദെൻ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഇതേ കാരണങ്ങൾ നിങ്ങൾക്ക് ആരിൽ പറയാൻ പറ്റും? ബെറിലിയത്തിലും പറയാൻ പറ്റും. അതിന് അവിടെ പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്തൊക്കെയാണ് ഇത് കാണിക്കുന്ന അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് എന്താ ഇതിന്റെ ഹാർഡ്നെസിന്റെ കാര്യം. മെറ്റലിന്റെ നോക്കുമ്പോൾ ലിഥിയം എന്താണ് ഹാർഡർ ആണ്. അതേപോലെ ബാക്കി എലമെന്റ്സ് ഒക്കെ എന്താണ് സോഫ്റ്റ് മെറ്റൽസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി വേറെ എന്തൊക്കെ ഉണ്ടാവും? വേറെ എന്തൊക്കെ അനോമലീസ് ആണ് കാണപ്പെടുന്നത്? പറയൂ. യെസ്, അതായത് നമ്മള് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന് എടുക്കുന്ന സമയത്ത് പൊതുവെ ഇവർക്ക് കുറവാണ്. ഓക്കെ, പക്ഷേ ലീഥിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്താണ് ഹയർ ആണ്. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ലിഥിയത്തിന് വളരെ കൂടുതലാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്താണ്? ലിഥിയം കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ് എലമെന്റ് ആണ്. ബാക്കി എല്ലാ ആളുകളും പൊതുവെ ഹൈലി റിയാക്റ്റീവ് ആണ്, പക്ഷെ ലിഥിയം എന്താണ് ലെസ് റിയാക്റ്റീവ് ആണ്. അതൊരു അനോമലസ് ബിഹേവിയർ ആണ്. ഇനി വേറെ കാര്യമുള്ളത്, ഇപ്പൊ ലിഥിയം എന്താ പറയാ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? അതായത് എയറിന്റെ പ്രസൻസിൽ കമ്പഷൻ നടക്കുമ്പോൾ ലിഥിയം നമുക്ക് ഓക്സൈഡും തരുന്നുണ്ട്, അതുപോലെ നൈട്രൈഡും തരുന്നുണ്ട്. ഓക്കെ, ലിഥിയം ബേൺ ചെയ്യുമ്പോൾ Li2O അല്ലെങ്കിൽ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ Li3N അല്ലെങ്കിൽ എന്ത് നൈട്രൈഡ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു എലമെന്റ്സും നോക്കുക, നമ്മളിപ്പം സോഡിയം ബേൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയത്തിന്റെ ഓക്സൈഡ് കിട്ടും. പക്ഷേ നൈട്രൈഡ് ഡയറക്റ്റ് ആയിട്ട് എന്തില്ല, കിട്ടില്ല. അതായത് സോഡിയം നൈട്രൈഡ് ആണെങ്കിൽ അവിടെ കിട്ടില്ല. അതേപോലെ ഇനിയിപ്പോ നമ്മൾ കാൽഷ്യം അല്ലെങ്കിൽ പൊട്ടാഷ്യം നമ്മൾ ബേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പൊട്ടാഷ്യം ഓക്സൈഡ് കിട്ടും, അല്ലാണ്ട് പൊട്ടാഷ്യം നൈട്രൈഡ് അവിടെ കിട്ടില്ല. അപ്പൊ ഇതെന്താ ലിഥിയത്തിന് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. ബേൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പഷൻ എയറിന്റെ പ്രസൻസിൽ കമ്പഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഓക്സൈഡും കിട്ടുന്നുണ്ട്, നൈട്രൈഡും കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ലിഥിയത്തിന്റെ ഹാലിഡ് അതായത് ലിഥിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ലിഥിയം ക്ലോറൈഡ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞത് എന്താ? ഡെലിക്വിസന്റ് ആണ്. അതായത് ചുറ്റുവട്ടത്തുള്ള വാട്ടർ മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യും?
അല്ലെങ്കിൽ ആ മോയിസ്റ്റിനെ ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇത് ഇങ്ങനെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ലിക്വിസെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് എന്തായിട്ട് മാറും? ലിഥിയം ക്ലോറൈഡ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ലിഥിയം ഹൈഡ്രേറ്റ് ആയിട്ട് മാറും. അതായത് ലിഥിയം ക്ലോറൈഡ് 2H2 ആയിട്ടാണ് നിൽക്കുക. അതേസമയം നമ്മളിപ്പം NaCl എന്താണ്? ഒരു ആൽക്കിൽ ഹാലൈഡ് ആണ്. പക്ഷെ ഇവിടെ NaCl പ്ലസ് NaCl.2H2 എന്ന് പറഞ്ഞാണ്ട് എന്തില്ല, ഇവിടെ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ KCl.H2 എന്ന് പറഞ്ഞ ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ലിഥിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഈ അനോമലസ് ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഈ എസ് ബ്ലോക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഒരു വ്യത്യാസമുള്ള കോമ്പൗണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എലമെന്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഇനി അതേപോലെ വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പം ലിഥിയം നൈട്രേറ്റ്, ഓക്കെ, LiNO3 ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ലിഥിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നതിന്റെ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ലിഥിയം ഓക്സൈഡ് കിട്ടുന്നുണ്ട്, ദെൻ NO2 കിട്ടുന്നുണ്ട്, പിന്നെ O2. ഇങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻ പോകുന്നത് ലിഥിയത്തിന്റെ കേസിൽ. അതേസമയം ബാക്കി എല്ലാ എലമെന്റ്സ്, ഇപ്പൊ സോഡിയം ആവട്ടെ, ഇപ്പൊ സോഡിയം നൈട്രേറ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ NaNO3 ഞാൻ ബേൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ കിട്ടുക എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് വ്യത്യാസമുണ്ട്. അവിടെ NaNO2 എന്ന ഒരു കോമ്പൗണ്ടും ദെൻ O2 ആണ് കിട്ടുന്നത്. ഇവിടെ നോക്ക്, രണ്ടും വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ NAക്ക് പകരം ഇവിടെ പൊട്ടാഷ്യത്തിന്റെ നൈട്രേറ്റ് ആണെങ്കിലും KNO3 ആണെങ്കിലും അവിടെ എന്ത് KNO2 എന്ന് പറഞ്ഞാൽ കിട്ടുക. അല്ലാതെ ഇവിടെ കിട്ടിയ പോലെ എന്ത്, ഇവിടെ ഒരു ഓക്സൈഡ് കിട്ടി, NO2 വേറെ കിട്ടി, ഓക്സിജൻ അങ്ങനെ കിട്ടി. പക്ഷെ ഇവിടെ എന്ത്, ബാക്കി എലമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ സോഡിയം ആവട്ടെ, പൊട്ടാഷ്യം ആവട്ടെ, റുബീഡിയം ആവട്ടെ, ഇതിന്റെയൊക്കെ നൈട്രേറ്റ് എടുക്കുമ്പോൾ എന്ത് നമുക്ക് ഇങ്ങനെ NaNO2 അല്ലെങ്കിൽ MnO2 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. അതൊരു അനോമലിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് കോമൺ ആയിട്ടുള്ള അനോമലീസ്. ഇനി ബാക്കി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. നമ്മൾ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഒന്ന് പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇതിന്റെ ലിഥിയം ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് പൊതുവെ, അല്ലെങ്കിൽ ഇപ്പൊ LiCl എടുക്കുകയാണെങ്കിൽ പൊതുവെ ഇതെന്താണ്, കോവാൽ നേച്ചർ ആണ് കാണിക്കുന്നത്. അതേസമയം ബാക്കി NaCl ആവട്ടെ, KCl ആവട്ടെ, ഇതെല്ലാം അയോണിക് നേച്ചർ ആണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ ഓക്സിജനേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഓക്സൈഡുകളാണ്, അല്ലെങ്കിൽ Li2 ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മോണോക്സൈഡുകളാണ് എന്ത് ഇവിടെ ലിഥിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേസമയം ബാക്കി ആളുകൾ ഇപ്പം സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക, അതുപോലെ പൊട്ടാഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തല്ല, അവിടെ മോണോക്സൈഡ് അല്ല കിട്ടുന്നത്. അവിടെ കിട്ടുന്നത് എന്താണ്, ബാക്കി എലമെന്റ്സിന് പെറോക്സൈഡ് അല്ലെങ്കിൽ സൂപ്പർ ഓക്സൈഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ലിഥിയം പ്ലസ് O2 നമ്മൾ നോക്കുകയാണെങ്കിൽ Li2O ഇതില് നിങ്ങൾ നോക്കൂ, ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താ വരുന്നത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഓക്സിജന്റെ ഇത് വരുന്നത് -2 ആണ് അല്ലേ? അപ്പൊ അതാണെന്ത് നമ്മൾ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അതേസമയം നിങ്ങൾക്ക് പെറോക്സൈഡ് ഫോം ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്, അവിടെ പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അതായത് സോഡിയം മാത്രമേ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ സോഡിയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പെറോക്സൈഡ് ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അതേപോലെ ലിഥിയം ആണെങ്കിൽ എന്ത്, ലിഥിയം അവിടെ മോണോക്സൈഡ് മാത്രമേ തരുന്നുള്ളൂ. ബാക്കി പെറോക്സൈഡോ ലിഥിയത്തിന്റെ സൂപ്പർ ഓക്സൈഡ്സോ അവിടെ ഫോം ചെയ്യുന്നില്ല. ലിഥിയം മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അതേസമയം സോഡിയം എന്ത് പെറോക്സൈഡ് മാത്രമേ തരുന്നുള്ളൂ. അതായത് അതിന്റെ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ Na2O2 ആണ് മെജോറിറ്റി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അതായത് എന്താ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം എന്റെ ഇതെന്താ, ഇവിടെ +1 ആണ് ഓക്സിജൻ സ്റ്റേറ്റ് വരിക. ഇവിടെ ഓക്സിജന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് -1 സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് അതിനെ പെറോക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി സൂപ്പർ ഓക്സൈഡ് തരുന്നുണ്ട് പറഞ്ഞല്ലോ ബാക്കി ആളുകൾ. അതായത് ബാക്കി നമ്മുടെ പൊട്ടാഷ്യം ആവട്ടെ, റുബീഡിയം, സീഷ്യം, ഇവര് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടുന്നുണ്ട്, അവിടെ നമുക്ക് സൂപ്പർ ഓക്സൈഡ്സ് കിട്ടുന്നുണ്ട്. സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സൂപ്പർ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എത്രയാണ്, -1/2 ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പൊട്ടാഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് സൂപ്പർ ഓക്സൈഡ് കിട്ടുന്നുണ്ട് പറഞ്ഞു. അതായത് KO2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കെയുടെ നോക്കുകയാണെങ്കിൽ കെയുടെ +1 ആണ്. ഇവിടെ ഒരു ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര വരിക, ഇവിടെ +1 ആയതുകൊണ്ട് ഒരു ഓക്സിജന്റെ വരുന്നത് എത്രയാണ്, -1/2 ആണ് വരുന്നത്.
മനസ്സിലായോ? അതുകൊണ്ടാണ് സൂപ്പർ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ എന്ത് KO2 എന്താണ് സൂപ്പർ ഓക്സൈഡ് ആണ്. അതേപോലെ നമുക്ക് റുബീഡിയം എന്ത് കിട്ടും? സൂപ്പർ ഓക്സൈഡ് തരുന്നുണ്ട്. സീഷ്യം സൂപ്പർ ഓക്സൈഡ് തരുന്നുണ്ട്. ഈ മൂന്നാളുകൾ, അതായത് റുബീഡിയം, സീഷ്യം, പൊട്ടാഷ്യം, ഇവരാണ് സൂപ്പർ ഓക്സൈഡ് തരുന്നത്. അല്ലാതെ ബാക്കി ലിഥിയം എന്ത് ചെയ്യുന്നുള്ളൂ? മോണോക്സൈഡ് മാത്രമേ തരുന്നുള്ളൂ. ദെൻ സോഡിയം ആണെങ്കിൽ പെറോക്സൈഡ് ആണ് മെജോറിറ്റി നമുക്ക് തരുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഒരു കാര്യമുള്ളത് എന്താ ചോദിച്ചാല്, റിയാക്ഷൻ വിത്ത് നൈട്രജൻ നോക്കുകയാണെങ്കിൽ ലിഥിയം എന്ത് ചെയ്യുന്നുണ്ട്? ലിഥിയം ഡയറക്ട്ലി നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ലിഥിയം നൈട്രേറ്റ് കിട്ടുന്നുണ്ട്, Li3 കിട്ടുന്നുണ്ട്. അതേസമയം ബാക്കി ഒരാളുകളും എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് നൈട്രജനുമായിട്ട് റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ സോഡിയം ആവട്ടെ, സോഡിയം ഡയറക്റ്റ് എന്ത് N2 റിയാക്ട് ചെയ്ത് കാണാൻ നമുക്ക് സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ എന്ത് Na3N എന്നുള്ളൊരു കോമ്പൗണ്ട് ആ ഡയറക്റ്റ് കിട്ടുന്നില്ല. ആര് മാത്രമേ തരുന്നുള്ളൂ? ലിഥിയം മാത്രമേ ഡയറക്റ്റ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? നൈട്രേറ്റ് കിട്ടുന്നുള്ളൂ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇനി അടുത്ത അനോമലി എന്താണ് പറയുന്നത് നോക്കൂ. ഇവിടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്? ലിഥിയം വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ബാക്കി ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ മെമ്പേഴ്സ് എല്ലാം വിഗറസ്ലി അല്ലെങ്കിൽ എന്താ ഹൈലി റിയാക്റ്റീവ് ടു വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അതായത് ഇപ്പൊ നമ്മൾ അതിന്റെ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ജനറലി ഇപ്പോ എന്താ ഇപ്പൊ M എന്നുള്ളതാണ്, ഞാനിപ്പോ മെറ്റലിനെ ജസ്റ്റ് ഈ മെമ്പർ ഒരു ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 2M + 2H2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവരെന്ത് വളരെ ലിഥിയം അല്ലാത്ത ബാക്കി ആളുകളൊക്കെ എന്ത് വളരെ വിഗറസ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. ആ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുക. അതായത് ഇപ്പൊ 2MOH, പിന്നെ ആര് റിലീസ് ചെയ്യും? H2 റിലീസ് ചെയ്യും. അത് ശരിക്കും റിയാക്ഷൻ പറഞ്ഞാൽ എന്താ? അത് ഹൈഡ്രജൻ എന്നുള്ളത് എന്താ? ഹൈലി റിയാക്റ്റീവ് ആണല്ലോ. അത് പെട്ടെന്ന് കത്തിപ്പോവും. മനസ്സിലായല്ലോ? അപ്പോ ഈ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ എന്താ റിലീസ് ചെയ്യുന്ന ആരാണ്? ഇവിടെ ഈ റിയാക്ഷനിൽ, അതായത് നമ്മുടെ മെറ്റല്, ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത്? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താ? മെറ്റൽ ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ലിഥിയം എന്ത് ചെയ്യുന്നുള്ളൂ? ലിഥിയം ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ബാക്കി ആളുകളൊക്കെ വിഗറസ് ആയിട്ടാണ് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ ലിഥിയത്തിന്റെ സാൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സൊല്യൂബിലിറ്റി എന്താണ്? പൊതുവെ ഇൻസൊല്യൂബിൾ ആണ്. അതായത് ലിഥിയം കാർബണേറ്റ് ആവട്ടെ, ലിഥിയം ഫ്ലൂറൈഡ്, ലിഥിയം ഫോസ്ഫേറ്റ്, ഇതൊക്കെ എന്താണ്? ഇൻസൊല്യൂബിൾ ആണ്. അതേസമയം ബാക്കി ഇതേ കോമ്പൗണ്ടുകളൊക്കെ എന്താ? അപ്പൊ സോഡിയം കാർബണേറ്റ് ആണെങ്കിലും ബാക്കി സോഡിയം ഫോസ്ഫേറ്റ് ഒക്കെ എന്താ? പൊതുവെ ഇതിന്റെ സാൾട്ടുകളൊക്കെ തന്നെയാണ്? സൊല്യൂബിൾ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത് നോക്കൂ, ലിഥിയത്തിന്റെ കേസ് ആണെങ്കിൽ ഇതിന്റെ തെർമൽ സ്റ്റെബിലിറ്റി നോക്കുക. അതായത് ഇപ്പം ലിഥിയം കാർബണേറ്റ്, ലിഥിയം നൈട്രേറ്റ്, ലിഥിയം സൾഫേറ്റ്, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, അതേസമയം ബാക്കി ആളുകളൊന്നും എന്ത് ചെയ്യില്ല? പെട്ടെന്ന് നമ്മൾ ഹീറ്റ് കൊടുത്താലൊന്നും പെട്ടെന്ന് അത് ഡീകമ്പോസ് ചെയ്തു പോകില്ല. അതായത് സോഡിയം കാർബണേറ്റ് ഒന്നും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നില്ല. അതായത് ഇവിടെ തെർമലി സ്റ്റേബിൾ ആണ് ആര്? ബാക്കി എലമെന്റ്സുകളൊക്കെ, അല്ലെങ്കിൽ ബാക്കി എലമെന്റ്സിന്റെ കാർബണേറ്റ്, നൈട്രേറ്റ്, സൾഫേറ്റുകളൊക്കെ. അതേസമയം ലിഥിയത്തിന്റെ കാർബണേറ്റും സൾഫേറ്റുകളൊക്കെ എന്താ? തെർമലി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ലോ തെർമലി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ എന്താ? അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. ഇനി ലിഥിയം ഹൈഡ്രോക്സൈഡിന്റെ കാര്യം പറഞ്ഞു. ഇതെന്താ? പൊതുവെ വീക്കാണ്. അത് പെട്ടെന്ന് നമ്മൾ എന്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകും. അതേസമയം നമ്മളിപ്പോ NaOH ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തെയില്ല? ഡീകമ്പോസ് ചെയ്യില്ല. അത് അത്യാവശ്യം സ്ട്രോങ് ബേസ് ആണ്. അതുപോലെ KOH ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈഡ്രോക്സൈഡുകളൊക്കെ എന്ത് തന്നെയാണ്? അത്യാവശ്യം സ്ട്രോങ് ബേസ് തന്നെയാണ്, സ്റ്റേബിൾ ആണ്, പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലിഥിയത്തിന്റെ കളർ വ്യത്യാസം. അതൊക്കെ ജനറലി പറയാം. എന്താ? ക്രിംസൺ റെഡ് ആണ് ലിഥിയത്തിന്റെ വരുന്നത്. ബാക്കി ആളുകൾക്ക് എന്താ? നിറ വ്യത്യാസം വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ അതിന്റെ ഹൈഡ്രേഷൻ ഓഫ് അയൺ നോക്കുകയാണെങ്കിൽ ലിഥിയം പൊതുവെ എന്താണ്? സ്ട്രോങ്ലി ഹൈഡ്രേറ്റഡ് അയോൺസ്, അല്ലെങ്കിൽ ഹൈ ഹൈഡ്രേഷൻ എനർജി ഉണ്ട് ആർക്ക്? ലിഥിയത്തിന്. അതേസമയം ബാക്കി ആളുകൾക്ക് എന്താണ്? അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സീഷ്യത്തിനൊക്കെയാണ് പൊതുവെ എന്താ? ഹൈഡ്രേഷൻ എനർജി കുറവാണ്. കമ്പാരിറ്റീവ്ലി ഹൈഡ്രേഷൻ എനർജി കുറവാണ്. ലിഥിയത്തിനാണ് എന്ത്? ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എനർജി കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത്രയും പറഞ്ഞതൊക്കെയാണ് ലിഥിയത്തിന്റെ അനോമൽസ് ബിഹേവിയർ നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പീരീഡ് സെക്കൻഡ് തേർഡ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് പറഞ്ഞു. അതായത് നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആര്, അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡിലെ ലിഥിയവും അതുപോലെ അടുത്ത തേർഡ് പീരീഡിൽ ഉണ്ടായിരുന്ന
ആരുമായിട്ട് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്? മാഗ്നീഷ്യവുമായിട്ട് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്താണ്. ഇപ്പോൾ ലിഥിയം, ബെറിലിയം ഇങ്ങനെയാണ് സെക്കൻഡ് പീരീഡ് പോകുന്നത്. തേർഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ സോഡിയം, മാഗ്നീഷ്യം എന്നാണല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പൊ ഈ ലിഥിയം മാഗ്നീഷ്യം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മിക്കതും എന്താണ്? ഒരു സിമിലാരിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ സിമിലാരിറ്റീസ്? ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലിഥിയം ക്ലോറൈഡ് ആൽക്കഹോൾ സൊല്യൂബിൾ ആണ്. അതേപോലെ ഇവിടെ എന്താ മാഗ്നീഷ്യത്തിന്റെ കേസ് നോക്കാം. മാഗ്നീഷ്യത്തിന് ക്ലോറൈഡ് എടുക്കുന്ന സമയത്ത് അതെന്താണ്? അതും ഈ ആൽക്കഹോളിൽ സൊല്യൂബിൾ ആണ്. ഇനി അടുത്തൊരു സിമിലാരിറ്റി നോക്കൂ. ഇതിന്റെ ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതെന്താണ്? പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ തന്നെ സിമിലർ ബിഹേവിയർ തന്നെയാണ് ആര് കാണിക്കുന്നത്? മാഗ്നീഷ്യം ഓക്സൈഡും മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സിമിലർ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ലിഥിയം കാർബണേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ മാഗ്നീഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അതിന്റെ ലിഥിയത്തിന്റെ നൈട്രേറ്റ് നോക്കൂ. അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ട് ലിഥിയം ഓക്സൈഡ് ദെൻ NO2O2 ആയിട്ട് മാറുന്നുണ്ട്. ഇതേപോലെ തന്നെ മാഗ്നീഷ്യം നൈട്രേറ്റും ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ സെപ്പറേഷൻ വരുന്നത് എന്താണ്? നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നീഷ്യം ഓക്സൈഡ് ദെൻ NO2O2 അങ്ങനെ ആ സിമിലാരിറ്റി കണ്ടോ നിങ്ങൾക്ക്? സെയിം ആയിട്ട്, അതായത് രണ്ടും സെപ്പറേറ്റ്. ഒന്ന് ലിഥിയം ഒന്നാമത്തെ ഗ്രൂപ്പാണ്, മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പാണ്. പക്ഷെ ഇവർ തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിഥിയത്തിന്റെ ഒരു അനോമലി ആയിരുന്നല്ലോ. ലിഥിയം ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രൈഡ് ഫോം ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു. അതേപോലെ ആര് കാണിക്കുന്നുണ്ട്? മഗ്നീഷ്യവും ഡയറക്റ്റ് ആയിട്ട് എന്ത് നൈട്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് Mg3N2 ഫോം ചെയ്യുന്നുണ്ട്. ആ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഡയഗണൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പീരീഡിലെ ലിഥിയവും തേർഡ് പീരീഡിലെ മാഗ്നീഷ്യം തമ്മിൽ എന്ത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പം അതിന്റെ അപ്പൊ ഒന്ന് അറിഞ്ഞാൽ തന്നെ എന്ത് നിങ്ങൾക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് രണ്ടാമത്തത് എന്ത് സിമിലാരിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇതേപോലെ എന്ത് സെക്കൻഡ് ഗ്രൂപ്പിലെ ബെറിലിയം അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലിഥിയത്തിന് എന്ത് പറഞ്ഞോ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് നടക്കുന്നത്. അതാണ് റീസൺസ്. ഇനി എന്തൊക്കെയാണ് ആ സിമിലാരിറ്റീസ് നോക്കാം. അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ ബെറിലിയത്തിന്റെ അനോമലസ് ബിഹേവിയർ ബാക്കി എലമെന്റ്സ് ആയിട്ടുള്ള മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇതൊക്കെ തമ്മിൽ നോക്കുമ്പോൾ എന്തുകൊണ്ട് ബെറിലിയം വേറിട്ട് നിൽക്കുന്നു അതാണ് ഇനി പറയുന്നത്. നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഇവിടെയും അതിന്റെ കോമ്പൗണ്ടുകൾ, ബെറിലിയത്തിന്റെ കോമ്പൗണ്ട് എന്താണ്? പൊതുവെ കോവാലൻ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അതേസമയം മഗ്നീഷ്യം ആവട്ടെ, മാഗ്നീഷ്യം ക്ലോറൈഡ് ആവട്ടെ, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ഇതൊക്കെ എന്താണ്? പൊതുവെ അയോണിക് നേച്ചർ ആണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബെറിലിയം ഫോം ചെയ്യുന്നുണ്ട്, ബെറിലിയം ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്? ഇത് ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. ഓക്കെ. അതായത് ആസിഡിന്റെയും ബേസിന്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതായത് ബെറിലിയം ഓക്സൈഡ് ആംഫോട്ടറിക് നേച്ചർ ആണെങ്കിൽ, പക്ഷെ ബാക്കി മെമ്പേഴ്സ് ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് ആവട്ടെ, മഗ്നീഷ്യം ഓക്സൈഡ് ആവട്ടെ, ഇതെല്ലാം ബിഹേവിയർ എന്താണ്? ഇതിന്റെയൊക്കെ ബിഹേവിയർ ബേസിക് ഓക്സൈഡുകളാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബെറിലിയം മൈൻഡേ വെക്കുന്നില്ല. ബെറിലിയം ഒരു റിയാക്ഷനും കാണിക്കുന്നില്ല വാട്ടറുമായിട്ട്. അതേസമയം ബാക്കി കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇതെല്ലാം വിഗറസ്ലി റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി തെർമൽ സ്റ്റെബിലിറ്റി നോക്കാം. ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്ന ലിഥിയത്തിനെ പോലെ തന്നെ ബെറിലിയത്തിന്റെ കോമ്പൗണ്ട്, ബെറിലിയത്തിന്റെ കാർബണേറ്റുകളും ബെറിലിയത്തിന്റെ നൈട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അതേസമയം ബാക്കി ആളുകൾ, അതായത് മഗ്നീഷ്യം കാർബണേറ്റ് ആവട്ടെ, കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ മഗ്നീഷ്യം നൈട്രേറ്റ്, കാൽഷ്യം നൈട്രേറ്റ് ഇതെല്ലാം എന്താണ്? പൊതുവെ സ്റ്റേബിൾ കോമ്പൗണ്ടുകളാണ്. ഇനി ഇതിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ ബെറിലിയത്തിന്റെ കേസിൽ എന്താ? പൊതുവെ കോർഡിനേഷൻ നമ്പർ 4 വരുന്നത്. അതേസമയം ബാക്കി ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേഷൻ നമ്പർ 6 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെറിലിയത്തിന്റെ അനോമലസ് ബിഹേവിയർ. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക, എക്സാമിന് മേ ബി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാണ്ട് ചോദിച്ചാലോ നിങ്ങൾക്ക് പറയാൻ അറിയണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒന്നാമത്തെ പീരീഡ് അല്ലെങ്കിൽ എന്താ പറയുക എസ് ബ്ലോക്കിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സുകളെ കുറിച്ചാണ്. ഓക്കെ, ഒരുപാട് പഠിക്കാനൊന്നുമില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ആളുകൾ മാത്രമേ പഠിക്കാനുള്ളൂ.
അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അല്ലാണ്ട് ഇതിലെ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കണം എന്നില്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. PSCനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓരോന്ന് അല്ലെങ്കിൽ എന്താണ് കോസ്റ്റിക് സോഡ, അതിനൊക്കെ ഡയറക്റ്റ് ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന ആള് ആരാ? അപ്പോ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, നമുക്ക് NaClഉം H2 ആയിട്ട് ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? NaOH ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാസ്നർ കെൽനർ പ്രോസസ്. ഓക്കെ, ഇലക്ട്രോളിസിസ് ഓഫ് ബ്രെയിൻ, അല്ലെങ്കിൽ ഒന്ന് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം സ്ട്രോങ് NaCl സൊല്യൂഷൻ ആണ്. എന്തായാലും നിങ്ങൾ നോക്കുക, ഈ ഒരു പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാസ്നർ കെൽനർ പ്രോസസ്സ് എവിടെയാണ്? NaOH അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? കാസ്നർ കെൽനർ പ്രോസസ്. ഈ റിയാക്ഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ പേര് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സോഡിയം കാർബണേറ്റും അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ എന്ത് റിയാക്ട് ചെയ്യുന്ന സമയത്തും അവിടെ ലഭിക്കുന്നുണ്ട്, നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ എന്താ, വൈറ്റ് ഡെലിക്വിസൻ സോളിഡ് ആണ്. അതേപോലെ സ്ട്രോങ്, നമുക്കറിയാം ഇതെന്താ, NaOH സ്ട്രോങ് ബേസ് ആണ് അല്ലേ. അതുപോലെ NaOH CO2 അബ്സോർബ് ചെയ്തിട്ട് സോഡിയം കാർബണേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഒരു കോമ്പൗണ്ട് തന്നെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി അടുത്തതാണ് സോഡിയം കാർബണേറ്റ്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരെന്താ, വാഷിംഗ് സോഡ എന്ന് വിളിക്കുന്നത്. അതായത് അതിന്റെ കെമിക്കൽ നെയിം Na2CO3. പൊതുവെ PSC ഒക്കെ എന്ത് ഇത് അല്ലെങ്കിൽ ഇതിന്റെ രാസസൂത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണോ, അതോ സോഡിയം ബൈകാർബണേറ്റ് ആണോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ, കോസ്റ്റിക് സോഡ ആണോ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതറിയണം. അപ്പൊ സോഡിയം കാർബണേറ്റ് പറഞ്ഞാൽ എന്താണ്? വാഷിംഗ് സോഡയാണ് വരുന്നത്. അതായത് സോഡിയം Na2CO3 അതാണ് വാഷിംഗ് സോഡ. പിന്നെ അതിന്റെ പ്രോസസ്സ് നോക്കുക, അതിന്റെ പ്രിപ്പറേഷൻ വരുന്നത് സോൾവേ പ്രോസസ് ആണ്. നേരത്തെ NaOH പറഞ്ഞ എന്താ, കാസ്നർ കെൽനർ റിയാക്ഷൻ ആണെങ്കിൽ പ്രോസസ് ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്, സോൾവേ പ്രോസസ് ആണ്. അപ്പൊ സോൾവേ പ്രോസസ്സ് എന്തിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? സോഡിയം കാർബണേറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് സോൾവേ പ്രോസസ് യൂസ് ചെയ്യുന്നത്. അതായത് NaCl, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, H2O ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം സോഡിയം ബൈകാർബണേറ്റ് കിട്ടും, അതുപോലെ അമോണിയം ക്ലോറൈഡും. പിന്നെ അതിന് ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത്, സോഡിയം ബൈകാർബണേറ്റിന് പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഡിയം കാർബണേറ്റ് ലഭിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ റിയാക്ഷൻ ഞാൻ അത് പറഞ്ഞു, ഇതിൽ പറയുന്ന റിയാക്ഷനുകൾ എന്തല്ല ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആ ഒരു മെത്തേഡ് മാത്രം, പേരുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. റിയാക്ഷൻ പഠിച്ചത് ബുദ്ധിമുട്ടില്ല, പഠിക്കാൻ കഴിയുന്ന ആളുകൾ അതും നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ സോൾവേ പ്രോസസ് ആണ് എന്ത്, സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. പിന്നെ പൊതുവെ ഇവര് നിൽക്കുന്നത് ഇങ്ങനെ വെറും സോഡിയം കാർബണേറ്റ് ഇങ്ങനെയല്ല, ഇതിന്റെ കൂടെ ഉണ്ടാവും 10H2O. ഈ രീതിയിലാണ് ഇവരെന്ത് ചെയ്യുക, നിൽക്കാറുള്ളത്. Na2CO3.10H2O. ഓക്കെ, ഇങ്ങനെയാണ് ഇവരുടെ പൊതുവെ കാണപ്പെടുന്നത്. ഇനി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ അല്ലെങ്കിൽ എന്ത് 100°C ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യും, H2O പൊതുവെ ഡിസപ്പിയർ, വാപ്രസ് ചെയ്ത് പോകുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ വളരെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ, ഡയറക്റ്റ് പ്യൂർ ആയിട്ടുള്ള Na2CO3 നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ യൂസസ് ഒക്കെ എന്തൊക്കെയാണ് പറയൂ, എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? അതെ, നമുക്കിത് ഒന്ന് എന്താ പറയാ, ഹാർഡ് വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി, വാട്ടർ സോഫ്റ്റനിങ് വേണ്ടി ഏത് യൂസ് ചെയ്യാം, നമ്മുടെ സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബൊറാക്സ്, ഗ്ലാസ്, സോപ്പ് ഇതിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങിൽ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ ഈ സോഡ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ എന്താ, ഈ സോഡിയം ഉള്ള സോഡിയത്തിന്റെ കോമ്പൗണ്ടുകൾ പൊതുവെ നിങ്ങൾ എന്ത്, സോഡ എന്ന് പറയാൻ തന്നെ അത് മിക്ക ആളുകൾ എന്ത് ചെയ്യും, അതിൽ സോഡിയാണ്. ഇപ്പൊ കോസ്റ്റിക് സോഡ പറഞ്ഞു, അതിൽ ശരിക്കും എന്താ, എന്റെ സോഡിയത്തിന്റെ കോമ്പൗണ്ട് ആണത്. അതുപോലെ വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താ, അതും സോഡിയത്തിന്റെ കോമ്പൗണ്ട് ആണല്ലോ, സോഡിയത്തിന്റെ കാർബണേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇനിയിപ്പോ പറയുന്ന കാൽഷ്യത്തിന്റെ കോമ്പൗണ്ടുകൾ പൊതുവെ നമ്മൾ ലെയിംസ് എന്നൊക്കെ വരികയാണെങ്കിൽ പൊതുവെ അതെന്താണ്, കാൽഷ്യത്തിന്റെ കോമ്പൗണ്ടുകളാണ് ലെയിമായിട്ട് വരുന്നത്. അപ്പോ ജസ്റ്റ് ഇതിന്റെ യൂസസ് നോക്കാം. ഗ്ലാസ്, സോപ്പ്, ഡിറ്റർജന്റ്, പേപ്പർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
പൊതുവെ സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോഫ്റ്റനിങ് ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ അതുപോലെ ലബോറട്ടറിയിലെ റിയേജന്റ് ആയിട്ടും സോഡിയം കാർബണേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും യൂസസ് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ആളാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് വേറെ പേരെന്താ? അതാണ് ബേക്കിംഗ് സോഡ. ഇതിന്റെ ഫോർമുല നോക്കൂ, NaHCO3. ഇതാണ് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. അപ്പൊ വാക്യത്തിനുണ്ട് ബൈ ബേക്കിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടിട്ട് നമുക്ക് നോക്കാൻ മാറിപ്പോവില്ല. സോഡിയം ബൈകാർബണേറ്റ് പറഞ്ഞാൽ അത് തന്നെയാണ് ബേക്കിംഗ് സോഡ, NaHCO3. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് പൊതുവെ എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞ സോളിഡ് പ്രോസസ്സിന്റെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുന്ന എന്ത് തന്നെയാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. അങ്ങനെ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? സോഡിയം കാർബണേറ്റ് ഉണ്ടല്ലോ, നേരത്തെ പഠിച്ച സോഡിയം കാർബണേറ്റ് Na2CO3ന്റെ സൊല്യൂഷൻ. ഓക്കെ, അതിന്റെ സൊല്യൂഷൻ എടുക്കുക. അതും കാർബൺ ഡൈ ഓക്സൈഡുമാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞാൽ ഇവിടെ നോക്കൂ, Na2CO3. അതിന്റെ വാട്ടർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ H2O ഉണ്ടാവുമല്ലോ, H2O. അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനും കാർബൺ ഡൈ ഓക്സൈഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ അങ്ങനെയും നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഇതിന്റെ യൂസസ് വരുന്നത് പൊതുവെ നമുക്കറിയാം, ബേക്കിംഗ് പൗഡർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാരാണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. അതിന്റെ റീസൺ എന്താ? ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത്, ഇങ്ങനെ നമ്മളിപ്പോ അത് വെച്ച് ഇപ്പൊ കേക്കിലൊക്കെ ഇത് ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇതെന്തൊരു ഫ്ലഫി നേച്ചർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒക്കെ ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നത്? സോഡിയം ബൈകാർബണേറ്റിനെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ഷറിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, ഫയർ എക്സ്റ്റിങ്ഷർ മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്ഷറിലും സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇപ്പൊ ഇതാണ് നമ്മുടെ NaHCO3 അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. അതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോഡിയം കാർബണേറ്റും കിട്ടി, പുറമെ കാർബൺ ഡൈ ഓക്സൈഡും ലഭിച്ചു, ദെൻ H2O. അപ്പൊ ഈ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫയർ എക്സ്റ്റിങ്ഷറിലും അതുപോലെ നമ്മളിപ്പോ ബേക്കിംഗ് പൗഡറിലൊക്കെ ഇതിന്റെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിന്റെ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ പറഞ്ഞത്. അതായത് സോഡിയം കാർബണേറ്റും CO2 H2O അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. എന്നാൽ അടുത്ത കോമ്പൗണ്ട് നോക്കൂ. അടുത്തതാണ് എല്ലാവർക്കും അറിയുന്ന സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ കോമൺ സാൾട്ട് എന്നറിയപ്പെടുന്ന സോഡിയം ക്ലോറൈഡ്. പൊതുവെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന എന്തിൽ നിന്നാണ്? നമ്മുടെ സീ വാട്ടറിൽ നിന്നാണ്. അല്ലെങ്കിൽ സീ വാട്ടറിന്റെ ഇവാപ്പറേഷനിൽ നിന്നാണ് NaCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ബ്രെയിൻ സൊല്യൂഷനിലും എന്ത് ചെയ്യാം, നമുക്കിത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കൂ, പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാം. കളർ ഉണ്ടോ? NaCl കളർ ഉണ്ടോ? ഇല്ല, കളർ ഇല്ലാത്ത ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ഏത്? NaCl. അതേപോലെ വെള്ളത്തിലൊക്കെ അതിൽ സൊല്യൂബിൾ ആണ്, സൊല്യൂബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ pH എടുക്കുകയാണെങ്കിൽ ഏകദേശം 7 അടുത്ത് വരുന്ന 7 ഒക്കെയാണ് pH വരുന്നതെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ ആണ് ഏത്? NaCl സൊല്യൂഷൻ ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ pH ഒക്കെ 7 ആണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ ഒക്കെ pH വരുന്നത്. ഇനി ഇതിന്റെ യൂസ് നിങ്ങൾക്ക് അറിയാലോ. പൊതുവെ നമ്മൾ ബാക്കി സോഡിയം കോമ്പൗണ്ടുകൾ, ഇപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് അതുപോലെ സോഡിയം കാർബണേറ്റ്, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷനിൽ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ NaCl യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ, ഫുഡ് ടേസ്റ്റിന്, ഫുഡ് സീസണിങ്ങിന് വേണ്ടി, അതുപോലെ പ്രിസർവേറ്റീവ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും? ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളിപ്പം എന്താ പറയാ, ഈ ഉണക്കമീന് അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ നിൽക്കാൻ വേണ്ടിയൊക്കെ ഉപ്പ് വളരെ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതാണ്.
പിന്നെ സോപ്പ് ഇൻഡസ്ട്രിയിലോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ ഇതിന്റെ യൂസ് വരുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തതാണ് ഇതിപ്പോ സോഡിയത്തിന്റെ സോൾട്ടുകളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് പൊട്ടാഷ്യത്തിന്റെ കോമ്പൗണ്ട് ആണ്. അതാണെന്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറയുന്നത് പൊട്ടാഷ്യം നൈട്രേറ്റ് ആണ്. അതാണെന്ത് അതിനാണ് സാൾട്ട് പീറ്റർ എന്ന് വിളിക്കുന്ന വേറെ പേരുണ്ട്. അതാണ് സാൾട്ട് പീറ്റർ. അതാണ് KNO3 പൊട്ടാഷ്യം നൈട്രേറ്റ്. ഓക്കെ, ഇതെന്താ ഇത് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട് ഈസിലി സൊല്യൂബിൾ ആണ്. പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് NO3 നമുക്കറിയാം എന്താ ഇവിടെ കിട്ടുന്ന KNO2 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. KNO2 + O2 ആണ് ഇവിടെ കിട്ടുന്ന റിയാക്ഷൻ. ആ റിയാക്ഷൻ ഓർത്ത് വെക്കണ്ട. അടുത്ത് നോക്കൂ, ഇതിന്റെ മെയിൻ യൂസ് ആണ് നോക്കേണ്ടത്. ഇവിടെ പൊട്ടാഷ്യം നൈട്രേറ്റ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഗൺ പൗഡറിൽ അതുപോലെ ഫയർ വർക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് KNO3. അതുപോലെ ഫെർട്ടിലൈസേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു എന്താ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ പ്രിപ്പറേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ആളുകളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ പേര്, അതിന്റെ കോമ്പൗണ്ട്, അതിന് എന്തെങ്കിലും നെയിംഡ് പ്രോസസ്സിന് വല്ല നെയിം ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ലാണ്ട് ഡെപ്തിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് സെക്കൻഡിലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ നോക്കാം. ഒന്നാമത് ഡിസ്കസ് ചെയ്യുന്നത് ക്യുക്ലൈം ആണ്, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ക്യുക്ലൈം എന്ന് പറയുന്നത് ആളാരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ലൈം എന്ന് ഇവിടെ കണ്ടാൽ എന്താ കാൽഷ്യത്തിന്റെ ഒരു കോമ്പൗണ്ട് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ക്യുക്ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആണ്. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് ക്യുക്ലൈം. അതിന്റെ പ്രിപ്പറേഷൻ വരുന്നത് എന്താ എങ്ങനെയാണ്? ഇവിടെ കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, കാൽഷ്യം ഓക്സൈഡും CO2 ആണ് കിട്ടുക. അപ്പൊ CaCO3 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്യുക്ലൈം കിട്ടും. ഈ CaCO3നെ നമ്മൾ എന്താ വിളിക്കുക? ലൈം സ്റ്റോൺ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ? അപ്പൊ കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാൽഷ്യം ഓക്സൈഡ് ലഭിക്കുന്നതാണ്. ഇനി ഇതെന്താണ്? ഇതൊരു വൈറ്റ് അമോർഫസ് സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ അല്ല, അമോർഫസ് സോളിഡ് ആണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ്. പിന്നെ പൊതുവെ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഏകദേശം 2870 റേഞ്ചിലൊക്കെ എന്ത് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ വേറെ പ്രോപ്പർട്ടി ആണ് എന്ത്? ഇത് വാട്ടർ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാം. അതായത് ഇപ്പോ കാൽഷ്യം ഓക്സൈഡും അതുപോലെ H2O മിക്സ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണെന്ത് നമ്മളിപ്പോ ഈ റിയാക്ഷൻ സ്ലൈക്ഡ് ലൈം എന്നൊക്കെ പറയും ഈ CaOH ടോയ്സിനെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ. ഇനി കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ കിട്ടുന്നത്? അവിടെ കിട്ടുന്നത് സിമ്പിൾ ആയിട്ട് കാൽഷ്യം ഓക്സൈഡും CO2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ലഭിക്കും. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരുന്നു നമ്മൾ എന്ത് ഇതിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇതിൽ പറയുന്ന റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഇന്റർചേഞ്ച് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ എന്താണ് ക്യുക്ലൈം H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലഭിക്കുന്നു. അതുപോലെ CO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ സിമെന്റ് ഇൻഡസ്ട്രിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ കമ്പൗണ്ട് ആണ് ആര്? കാൽഷ്യം ഓക്സൈഡ്. പിന്നെ ഗ്ലാസിന്റെ മാനുഫാക്ചറിംഗിൽ സ്റ്റീൽ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അസിഡിക് സോയിലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ എന്ത് ക്യുക്ലൈം യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ യൂസസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണ്? മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം കാർബണേറ്റ് നിർമ്മാണത്തിൽ എന്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്? കാൽഷ്യം ഓക്സൈഡിന്റെ യൂസ് വരുന്നുണ്ട്. അത് വരുന്നത് നമ്മൾ എന്ത് കാൽഷ്യം ഓക്സൈഡും NaOH കൂടെ കൂട്ടിയിട്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരുണ്ട്. കാൽഷ്യം ഓക്സൈഡ്, ക്യുക്ലൈമും അതുപോലെ നേരത്തെ പറഞ്ഞ കോസ്റ്റിക് സോഡ ഉണ്ടല്ലോ NaOH, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വിളിക്കുന്ന അല്ലെങ്കിൽ ഇതിന് രണ്ടും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സോഡാ ലൈം എന്ന് പറയുന്നത്. ഓക്കെ, സോഡാ ലൈം. നമ്മുടെ കോസ്റ്റിക് സോഡയും ക്യുക്ലൈം പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സൊല്യൂഷൻ വിളിക്കുന്ന പേരാണെന്ത്? സോഡാ ലൈം. ഓക്കെ, ഈ സോഡാ ലൈം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കോമ്പൗണ്ട് ആണ്. എന്ത് പൊതുവെ നമ്മുടെ സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷുഗറിന്റെ പ്യൂരിഫിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് സോഡാ ലൈം. പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയും. അതിന്റെ ഫോർമുല നോക്കൂ, CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയും. ആ സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് കറക്റ്റ് അളവിൽ എന്ത് ചെയ്യാം, നമ്മൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ശരിക്കും സ്ലേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന പ്രോസസ്സ് ശരിക്കും എന്താ, വാട്ടർ ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ കറക്റ്റ് എന്താ നമുക്ക് വേണ്ട അളവിൽ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത് ലൈമിന്റെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. അപ്പൊ റിയാക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ, കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലഭിക്കുന്നു. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് നോക്കൂ. ഇതിന്റെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ വിളിക്കുന്ന പേരെന്താ, അതിനാണ് ലൈം വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്ത് ചെയ്യും, ഇത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്കിനെ അറിയുന്നുണ്ടാവും, അതായത് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്, കളർലെസ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കളർലെസ് ആണ്. പക്ഷെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ഞാൻ CO2 കടത്തിവിട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ലേക്കഡ് ലൈമിലേക്ക് CO2 കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, ഇത് മിൽക്കി ആയിട്ട് മാറും. ഓക്കെ, മിൽക്കി നേച്ചർ കാണിക്കും. അതായത് എന്തുകൊണ്ട് മിൽക്കി നേച്ചർ കാണിക്കുന്നു ചോദിച്ചാൽ, ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്താ, കാൽഷ്യം ഹൈഡ്രോക്സൈഡും CO2 മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെന്താ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലേ കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് മിൽക്കി നേച്ചർ കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും എന്താ ഈ കാൽഷ്യം കാർബണേറ്റ് ഈ ഇതിലേക്ക് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോ നമുക്ക് എന്ത് കിട്ടാം, അപ്പൊ ഇതിന്റെ കളർ പിന്നെയും മങ്ങിപ്പോയി ലാസ്റ്റ് എന്താണ് കളർലെസ് ആയിട്ട് മാറുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്, അപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് കാൽഷ്യം HCO3 അല്ലെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പൊ CaHCO3 ടോയ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, ഇതും ഒരു കളർലെസ് കോമ്പൗണ്ട് ആണ്. അപ്പൊ മനസ്സിലാക്കുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്, കളറില്ല. അതേസമയം കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് എന്ത് കിട്ടും, ഒരു മിൽക്കി നേച്ചർ അപ്പിയറൻസ് കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്, അവിടെ ഫോം ചെയ്തത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, വീണ്ടും ആ കളർ ഇങ്ങനെ ആ മിൽക്കി നേച്ചർ പോയി വീണ്ടും കളർലെസ് ആയിട്ട് മാറുന്നു. അതിന്റെ റീസൺ എന്താണ്, ഇവിടെ ഫോം ചെയ്ത് എന്താണ്, കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്തുകൊണ്ടാണ്. ഇതെന്താണ്, ഇത് കളർലെസ് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ആ മിൽക്കി നേച്ചർ ഡിസപ്പിയർ ആയത്. മനസ്സിലായല്ലോ. പിന്നെ ഇതിന്റെ യൂസസ് നിങ്ങൾക്ക് അറിയാം എന്താണ്, സ്ലേക്കഡ് ലൈമിന്റെ യൂസ് എന്താ, ഒന്ന് വൈറ്റ് വാഷിംഗ്, നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലീച്ചിങ് പൗഡർ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാ ബ്ലീച്ചിങ് പൗഡറിന്റെ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അസിഡിക് ഇൻഫ്ലുവൻസിന്റെ ന്യൂട്രലൈസേഷന് വേണ്ടിയും നമ്മൾ സ്ലേക്കഡ് ലൈം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ജസ്റ്റ് റിയാക്ഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ CaOH ട്വൈസ് ഇതാണല്ലോ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതിലേക്ക് ഞാൻ ക്ലോറിനെ ആഡ് ചെയ്യാം, അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുക, ക്ലോറിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാ, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവും, അതേപോലെ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ഉണ്ടാവും, അതായത് CaOCl ട്വൈസ് പ്ലസ് H2O. അപ്പൊ ഈ ഒരു മിക്സറിനെ അല്ലെങ്കിൽ എന്ത്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഇതിനാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പൊതുവെ പറയുന്നത്, ഈ ഒരു മിക്സ്ചറിനെ. ഓക്കെ, അപ്പം ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആരെയാണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് Cl2 ക്ലോറിൻ. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് ആണ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, CaCO3. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ, അതിനെ ലൈം സ്റ്റോൺ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോ ചോക്കില് പ്രൊഡക്റ്റ് ഏതാണ്, കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ. അതേപോലെ മാർബിൾ എടുക്കുകയാണെങ്കിൽ മാർബിൾ എന്താണ്, അതും കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ. അതിന്റെ പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, കാൽഷ്യം കാർബണേറ്റ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഇത് അതുപോലെ എന്താ, വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒക്കർ ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് ലൈം സ്റ്റോൺ. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് CO2 മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് H2O കിട്ടുന്നു. ഇനി നോക്കൂ,
ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇതെന്താണ്, ഒരു വൈറ്റ് സോഫ്റ്റ് പൗഡർ ആണല്ലോ നമുക്ക് കിട്ടുക. അതുപോലെ ഇതെന്താണ്, ഇൻസുലബിൾ ഇൻ വാട്ടർ ആണ്. അതുപോലെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? അപ്പോൾ നോക്കാം, CaCO3 പ്ലസ് CO2 പ്ലസ് H2O ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞിരുന്നു, ആ കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? കളർലെസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാ? കാൽഷ്യം ബൈ കാർബണേറ്റ് ഫോം ചെയ്തുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, ഡിസോൾവ്സ് ഇൻ CO2 റിച്ച് വാട്ടർ ഫോമിങ് സൊല്യൂബിൾ ബൈകാർബണേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം ഇതെന്താണ്, പൊതുവെ കാൽഷ്യം കാർബണേറ്റ് എന്താ, വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ ആണ്. ഇനി ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ റിയാക്ഷൻ പറഞ്ഞിരുന്നു, അതായത് കാൽഷ്യം ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ എന്താ ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ലൈം കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്വിക്ലൈം കിട്ടും പ്ലസ് CO2. മനസ്സിലായല്ലോ? റിയാക്ഷൻ, ഈ പറഞ്ഞ റിയാക്ഷൻ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണമെന്നില്ല. പക്ഷെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, അതിൽ നിന്ന് ഏത് കിട്ടുന്നു എന്നുള്ള ഐഡിയ ഉണ്ടായാൽ മതി. ഇനി ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ സിമെന്റ്, ഗ്ലാസ്, ലൈമിന്റെ എന്ത് ചെയ്യണം, മാനുഫാക്ചറിങ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പെയിന്റിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് എന്ത്, കാൽഷ്യം കാർബണേറ്റ്. പിന്നെ ഷുഗറിന്റെ പ്യൂരിഫിക്കേഷനും അങ്ങനെ ഒരുപാട് എന്ത് ആപ്ലിക്കേഷൻ ഉള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് കാൽഷ്യം കാർബണേറ്റ്. ഇനി നമ്മുടെ അടുത്ത കോമ്പൗണ്ട് ആണ് കാൽഷ്യം സൾഫേറ്റ്. അപ്പൊ കാൽഷ്യം സൾഫേറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ടുകൾ എന്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതായത് ഇപ്പൊ CaSO4 ½ H2O വിളിക്കുന്ന പേരെന്താണ്? ഇതാണ് CaSO4 ½ H2O. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ഇത് എക്സാമിൽ PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഈ ഒരു കെമിക്കൽ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ CaSO4 ½ H2O ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പക്ഷെ അതിന് പകരം CaSO4 കാൽഷ്യം സൾഫേറ്റ് 2H2O ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജിപ്സം. ഓക്കെ, അപ്പൊ ജിപ്സത്തിന്റെ ഫോർമുല നോക്കുക. ഇവിടെ എന്താ, ജിപ്സത്തിലാണെങ്കിൽ CaSO4 2H2O ഉണ്ടാവും. ½ H2O ആണെങ്കിൽ അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഇനി പ്യുവർ ആയിട്ടുള്ള CaSO4 വിളിക്കുന്ന പേരെന്താ? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് നിങ്ങൾ നോക്കണമെന്നില്ല. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ CaSO4 ½ H2O, ജിപ്സം എന്ന് പറഞ്ഞാൽ എന്താണ്? CaSO4 2H2O, അതാണ് ജിപ്സം. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടുകൾ എന്ത്, സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ നമ്മളെ ജിപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിമെന്റിലൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം ഇതിന്റെ പ്രിപ്പറേഷൻ. നോക്കുക, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ വരുന്നത്? ജിപ്സം. ഓക്കെ, CaSO4 2H2O 120°C ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? CaSO4 ½ H2O, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കും. ഓക്കെ, ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾക്കറിയാലോ, ഇതിന്റെ യൂസ് എന്താണ്? ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ പല മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ ഈ എല്ല് പൊട്ടിയാലൊക്കെ അതിന് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ബാൻഡേജ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇതിന്റെ യൂസ് വരുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരുപാട്. പിന്നെ സ്റ്റാച്യുവിന്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യാറുണ്ട്, ബിൽഡിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് യൂസ് ഉള്ള ആൾ തന്നെയാണ് എന്ത്, നമ്മുടെ കാൽഷ്യം സൾഫേറ്റ്. ഓക്കെ, അപ്പോ ഇനി നോക്കൂ, ഈ കാൽഷ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസിലെ കാൽഷ്യം സൾഫേറ്റ് ½ H2O ഞാൻ എന്ത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ വെള്ളവുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? അത് നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് എന്ത്? ജിപ്സം. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആളാണ് എന്ത്? ജിപ്സം. ഇനി ജിപ്സത്തിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ യൂസ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റൽ വർക്കിന് യൂസ് ചെയ്യാറുണ്ട്, സർജിക്കൽ ബാൻഡേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, മോൾഡ്, കാസ്റ്റ്, അതുപോലെ സ്കൾപ്ചർ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, സ്റ്റാച്യു നിർമ്മിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് കാൽഷ്യം സൾഫേറ്റ്. ഓക്കെ, ഇനിയിപ്പോ അതുപോലെ നമ്മളിപ്പോ എന്ത്, ഈ കാൽഷ്യത്തിന്റെ കോമ്പൗണ്ടുകൾ തന്നെയാണ് നമ്മൾ ഈ സിമെന്റിലൊക്കെ യൂസ് ചെയ്യുന്നത്.
ഇപ്പൊ സിമെന്റിൽ ഇപ്പൊ നമുക്കറിയാം പൊതുവെ യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതാണ്? പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ഒക്കെയാണ്. എന്തായാലും കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട് ആണ്. അപ്പൊ അതിൽ തന്നെ മെയിൻ ആയിട്ട് ഒന്ന് രണ്ട് പേര് പറയുകയാണെങ്കിൽ, അതായത് വെറും കാൽഷ്യം മാത്രമല്ല, വേറെയും കോമ്പൗണ്ടുകൾ മിക്സ് ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് സിമെന്റ്. അപ്പൊ പോർട്ട്ലാൻഡ് സിമെന്റിൽ ഒരു മെയിൻ മെമ്പർ ആണെന്ത്? ഡൈ കാൽഷ്യം സിലിക്കേറ്റ് പറഞ്ഞ നമ്പർ, CA2SiO4 എന്നുള്ളത് ഏകദേശം 26% ഉണ്ട്. അതാണ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. അതേപോലെ ഒരാളാണെന്ത്? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, അതായത് CA3SiO5. ഇതാണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ഇതാണ് ഏകദേശം 51% എന്താണ് പോർട്ട്ലാൻഡ് സിമെന്റിലൊരു കോമ്പോണന്റ് ആണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. അതുപോലെ വേറൊരു ആളാണെന്ത്? 10-11% ആളാണ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താ? സിമെന്റ് പറഞ്ഞാൽ തന്നെ കാൽഷ്യത്തിന്റെ ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നോക്കാം, CA3Al2O6. ഇതാണെന്ത്? ട്രൈ കാൽഷ്യം അലുമിനേറ്റ്. അപ്പൊ ഇതൊക്കെ അവിടെ മിക്സ് ചെയ്തിട്ടാണെന്ത് നമുക്ക് പോർട്ട്ലാൻഡ് സിമെന്റിലെ മെയിൻ കോമ്പൗണ്ട് ആണ് ഈ പറഞ്ഞ ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, അതുപോലെ ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ഒക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ. ഇനി ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്ര മതി. ഓക്കെ. ഇനി നോക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിലെ ചില ആളുകളുടെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത്. ഓക്കെ. നമുക്കറിയാം സോഡിയം നമുക്ക് തന്നെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സോഡിയം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ യൂസ് വരുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ദ മേജർ കാറ്റയോൺ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. ഓക്കെ. അതായത് അല്ലെങ്കിൽ സെല്ലിന്റെ ഔട്ട്സൈഡിൽ ഏറ്റവും കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള ഒരു കാറ്റയോൺ ആണ് ആര്? സോഡിയത്തിന്റെ കാറ്റയോൺ Na+. ഓക്കെ. അതുപോലെ ഇതിന്റെ വേറെ യൂസ് എന്താ? ഓസ്മോട്ടിക് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വാട്ടർ ബാലൻസ് ഒക്കെ, ബോഡിയിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സോഡിയം. ഓക്കെ. പിന്നെ നമ്മുടെ നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ, അതുപോലെ മസിൽ കോൺട്രാക്ഷൻ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ Na+ഉം സോഡിയത്തിന്റെ അതുപോലെ പൊട്ടാഷ്യം പമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലഡിലെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സോഡിയം സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് മെമ്പർ ആണ് ആര്? പൊട്ടാഷ്യം. പൊട്ടാഷ്യത്തിന്റെ യൂസ് എന്താ? നേരത്തെ സോഡിയം സെല്ലിന്റെ ഔട്ട്സൈഡ് ആണ് മേജർ അതിന്റെ വർക്കിംഗ് എങ്കിൽ, നമുക്ക് പൊട്ടാഷ്യത്തിന്റെ യൂസ് വരുന്നത് എവിടെയാണ്? സെല്ലിന്റെ ഇൻസൈഡ് ആണ്. ഓക്കെ. അപ്പൊ ഇറ്റ് ഈസ് ദ മേജർ കാറ്റയോൺ ഇൻസൈഡ് സെൽ, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഒരു മേജർ കമ്പോണന്റിനെ ആര്? പൊട്ടാഷ്യം. ഓക്കെ. ഇനി ഇതിന്റെ യൂസ് എന്താണ്? ഇതും Na+ന്റെ കൂടെ തന്നെ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹാർട്ട് റീതം, മസിൽ കോൺട്രാക്ഷൻ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്, ഈ പൊട്ടാഷ്യത്തിന്റെ മെയിൻ യൂസ് ആണ് ഇനി പറയുന്ന ആള്, അതായത് നമ്മുടെ പ്രോട്ടീനിലെ അതുപോലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലെ എൻസൈംസ് ഉണ്ടല്ലോ, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ കമ്പോണന്റ് ആണ് ആര്? പൊട്ടാഷ്യം. ഇറ്റ് ആക്ടിവേറ്റ്സ് എൻസൈംസ് ഇൻ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഓക്കെ. പിന്നെ അതുപോലെ സെൽ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പൊട്ടാഷ്യം. അടുത്ത് നോക്കൂ, മാഗ്നീഷ്യം. മാഗ്നീഷ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മാഗ്നീഷ്യം ആണ് അല്ലേ? ഇറ്റ് ഇസ് ദ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ക്ലോറോഫിൽ അല്ലേ? അതായത് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് പിഗ്മെന്റ് അല്ലേ? അതിന് സഹായിക്കുന്ന മെയിൻ ആളാണല്ലോ ക്ലോറോഫിൽ. അപ്പം ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് ആണ് ആര്? മാഗ്നീഷ്യം. അതുപോലെ എവിടെയൊക്കെ പ്രസന്റ് ആണ്? നമ്മുടെ ബോൺസിൽ, മസിൽസിൽ, അതുപോലെ സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ മാഗ്നീഷ്യം പ്രസന്റ് ആണ്. പിന്നെ ഇത് നോക്കാം, ഇപ്പൊ മാഗ്നീഷ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇത്. ഇറ്റ് ആക്ടിവേറ്റ്സ് എൻസൈംസ് ഇൻവോൾവ് ഇൻ ATP പ്രൊഡക്ഷൻ. നമ്മുടെ എനർജി പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ATP പ്രൊഡക്ഷനിൽ അതിന്റെ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ എലമെന്റ് ആണ് ആര്? മാഗ്നീഷ്യം. ഓക്കെ. ഇറ്റ് ആക്ടിവേറ്റ്സ് എൻസൈംസ് ഇൻവോൾവ് ഇൻ ATP പ്രൊഡക്ഷൻ. അടുത്ത് നോക്കൂ, അടുത്തത് ഇറ്റ് റെഗുലേറ്റ് നെർവ് ആൻഡ് മസിൽ ഫങ്ഷൻ. പിന്നെ ലാസ്റ്റ് ഇറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ DNA RNA സ്ട്രക്ചർ. ഈ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് ക്ലോറോഫിലിന്റെ കാര്യം, അതുപോലെ ATP പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു കാര്യം, ദെൻ
DNA RNA സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മാഗ്നീഷ്യത്തിന്റെ സഹായം വലുതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലാസ്റ്റ് കോമ്പൗണ്ട്, ലാസ്റ്റ് എലമെന്റ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ പറയൂ? യെസ്, അതായത് നമ്മുടെ ബോഡിയിലെ മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ആണ് ആര്? കാൽഷ്യം. ഓക്കെ, ബോഡി വെയിറ്റിന് 2% വരുന്ന തന്നെയാണ് കാൽഷ്യം. അപ്പൊ എന്തുകൊണ്ട് കാൽഷ്യം എത്ര വരുന്നത് ചോദിച്ചാല് നമുക്കറിയാം കാൽഷ്യം എവിടെ മെയിൻ പ്രസന്റ് ആയിട്ടുള്ളത്? നമ്മുടെ പല്ലില്, എല്ലിലൊക്കെ മെയിൻ കമ്പോണന്റ് ആണ് ആര്? കാൽഷ്യം അല്ലേ? അതായത് കാൽഷ്യത്തിന്റെ ഫോസ്ഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഒക്കെ ആണല്ലോ മെയിൻ കമ്പോണൻസ്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ല്, പല്ല് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? കാൽഷ്യം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് കാൽഷ്യത്തിന്റെ ഫോസ്ഫേറ്റും അതുപോലെ കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ് ഇത് മെയിൻ കമ്പോണന്റ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ കാൽഷ്യത്തിന്റെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് എന്ത്? ബ്ലഡ് ക്ലോട്ടിങ് സഹായിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയി സഹായിക്കുന്ന ഒരാളാണ് ആര്? കാൽഷ്യം. ഓക്കെ, അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഗുലേറ്റ്സ് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇറ്റ് റെഗുലേറ്റ്സ് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. അപ്പോൾ മസിൽ കോൺട്രാക്ഷനും നെർവ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയും കാൽഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ആക്കുന്നുണ്ട്. അടുത്തതാണ് ഇറ്റ് ആക്ട് ആസ് എ കോ ഫാക്ടർ ഫോർ എൻസൈംസ്. എൻസൈമിന്റെ ഒരു കോ ഫാക്ടർ ആയിട്ടും കാൽഷ്യം ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ പറഞ്ഞ സോഡിയത്തിന്റെ ഫങ്ഷൻസ്, ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ദെൻ പൊട്ടാഷ്യത്തിന്റെ പറഞ്ഞു, മാഗ്നീഷ്യം പറഞ്ഞു, ലാസ്റ്റ് കാൽഷ്യം. ഇപ്പൊ ഇത്രയും 4 ആളുകളുടെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞു വെക്കുക. എക്സാമിന് എന്ത് അത് ഇമ്പോർട്ടന്റ് ആണ്. മേ ബി നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോ ഇത്രയേ ഉള്ളൂ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചുള്ള ബേസിക്സ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എത്ര മതിയാവും? ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് വന്ന കുറച്ച് MCQs വർക്ക്ഔട്ട് ചെയ്യാം. ശരിയല്ലേ? നോക്കൂ, താഴെ തന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി ഏതാണ്? ഏതാണ്? യെസ്, ഏറ്റവും നല്ല ശക്തിയേറിയ നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതാ? ലിഥിയമാണ്. ഓക്കെ, അടുത്ത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ദ ലാർജസ്റ്റ് ആറ്റോമിക് റേഡിയസ്? ഇത് തന്നിരിക്കുന്ന എല്ലാം ഏതാണ്? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, ലിഥിയം, പൊട്ടാഷ്യം, റേഡിയം, സ്ട്രോൺഷ്യം ഒക്കെ. അപ്പൊ ഇതില് ഏറ്റവും ഹയസ്റ്റ് ആറ്റോമിക് റേഡിയസ് വരുന്നത് ആർക്കാണ്? നമുക്കറിയാം, മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും റേഡിയസ് കൂടുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആറ്റോമിക് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും സൈസ് കൂടുതൽ ആർക്കാണ്? റേഡിയത്തിനാണ് അല്ലേ? നെക്സ്റ്റ്, ഇനിയുള്ളത് പിന്നെ PSC പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കുറെ എന്താ പറയാ 10th ലെവൽ എക്സാംസിനും അല്ലെങ്കിൽ പ്ലസ് 2 ലെവൽ എക്സാംസിനൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്, അപ്പൊ ഇതിന്റെയൊക്കെ അല്ലെങ്കിൽ എന്താണ് ക്വിക്ക് ലൈം, അപ്പൊ അങ്ങനെയൊക്കെ എന്താ ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഇനി നീറ്റ് എക്സാം ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. നോക്കൂ, അസേഷനും റീസണിംഗ് ആണ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? മെറ്റാലിക് സോഡിയം ഡിസോൾവ് ഇൻ ലിക്വിഡ് അമോണിയ ഗീവ് എ ഡീപ് ബ്ലൂ സൊല്യൂഷൻ വിച്ച് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അതായത് അവിടെ മെറ്റാലിക് സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണ്? ഇതിന്റെ നേച്ചർ പാരാമാഗ്നറ്റിക് ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ പറയുന്നത് ദ ഡീപ് ബ്ലൂ സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമൈഡ്. ഇതാണ് റീസൺ. അതായത് അമൈഡ് ഫോം ചെയ്തുകൊണ്ടാണ് ഡീപ് ബ്ലൂ സൊല്യൂഷൻ ഉണ്ടായത്. അപ്പൊ അത് തെറ്റാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്താ അമോണിയേറ്റ് ഇവിടെ എന്ത് ഈ ലിക്വിഡ് ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ആയിട്ട് എന്ത് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്ത് ഇതിന്റെ ഈ മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ കളർ എന്തായിട്ട് മാറും? ഈ നോർമൽ കേസിൽ എന്താ പറയുക, ചെറിയ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഡീപ് ബ്ലൂ സൊല്യൂഷൻ പറഞ്ഞു. ഇതെന്താണ്? പാരാമാഗ്നറ്റിക് തന്നെയാണ്. അതേപോലെ ഇതെന്താണ്? കണ്ടക്റ്റീവ് ആണ്. ഓക്കെ,
ഇത് കണ്ടക്റ്റീവ് ആണ്, അതുപോലെ പാരമാഗ്നറ്റിക് ആണ്. അതേസമയം ഞാൻ എന്ത് ചെയ്യാണ്, മെറ്റൽ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും, ഇതിന്റെ കളറ് ബ്രോൺസ് കളറായിട്ട് മാറും. അതുപോലെ പാരാമാഗ്നറ്റിക് നേച്ചർ എന്തായിട്ട് മാറുന്നുണ്ട്, ഡയാമാഗ്നറ്റിക് നേച്ചർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ വിത്ത് ലിക്വിഡ് അമോണിയന്റെ കാര്യം പറഞ്ഞത്. നോർമലി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡീപ് ബ്ലൂ സൊല്യൂഷൻ ആണ്. ഇതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇവിടെ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇതെന്താണ്, പൊതുവെ പാരാമാഗ്നറ്റിക് നേച്ചർ ആണ്, അതുപോലെ കണ്ടക്റ്റീവ് ആണ്. അതേസമയം ഞാൻ ഈ മെറ്റൽ കോൺസെൻട്രേഷന്റെ അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളറ് ബ്രോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ പാരാമാഗ്നറ്റിക് നേച്ചർ ഡയാമാഗ്നറ്റിക് നേച്ചർ ആയിട്ടും മാറുന്നുണ്ട്. ജസ്റ്റ് ഓർത്താൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയണ്ട റിയാക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് അതൊന്നും പറയാത്തത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്, എ അസേർഷൻ ശരിയാണ്, പക്ഷെ റീസണിങ് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് എന്താ, ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റിയാക്ഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് മെറ്റൽ, നമ്മളിപ്പോ എണ്ണ ആവട്ടെ ഏതാണെങ്കിലും മെറ്റൽ പ്ലസ് അമോണിയ, ലിക്വിഡ് അമോണിയ NH3 നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് MnH3X ഉണ്ടാവും, അതേപോലെ ഈ NH3Y മൈനസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രസൻസ്, ഓക്കെ, അതായത് അമോണിയേറ്റഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണമാണ് എന്ത്, നമുക്കിവിടെ ആ ഒരു കളറ് അല്ലെങ്കിൽ എന്ത് ഡാർക്ക് ബ്ലൂ കളർ ഫോം ചെയ്യുന്നതും. അതുപോലെ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ നമുക്കറിയാം അതെന്തായിട്ട് മാറും, പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നു പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ റീസൺ ഇതാണ്. അടുത്ത് നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഏതാ എന്ന ചോദ്യം. നോക്കൂ, ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ദ ഡെയിലി റിക്വയർമെന്റ് ഓഫ് മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 0.2 to 0.3 gram. അതായത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട ഡെയിലി റിക്വയർമെന്റ്, മാഗ്നീഷ്യത്തിന്റെ കാൽഷ്യത്തിന്റെ ഡെയിലി റിക്വയർമെന്റ് എത്രയാണ്, 0.2 to 0.3 gram ആണ്. ഇത് ശരിയാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കൂ, ഓൾ എൻസൈംസ് ദാറ്റ് യൂട്ടിലൈസ് ATP ഇൻ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ റിക്വയർ കാൽഷ്യം ആസ് ദ കോഫാക്ടർ. നിങ്ങൾ പറയൂ, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ATP അല്ലെങ്കിൽ എന്ത്, ATPന്റെ കേസിൽ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷന്റെ കേസിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, കാൽഷ്യം ആണോ അതോ മാഗ്നീഷ്യം ആണോ? നിങ്ങൾ പറയൂ, അത് ശരിയാണോ? ഇവിടെ കാൽഷ്യം ആണോ? അല്ല, കാൽഷ്യം ഇല്ല, അത് തെറ്റാണ്. അടുത്തത് നോക്കൂ, ദ ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ആൻ ഇനേർട്ട്. ഹ്യൂമൻ ബോഡി ഇനേർട്ട് ആണോ? അല്ലല്ലോ, ആൻ അൺചേഞ്ചിങ് സബ്സ്റ്റൻസ്. തെറ്റാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ബോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, കാൽഷ്യത്തിന്റെ കോമ്പൗണ്ട്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് അതുപോലെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടൊക്കെയാണ്. അതെന്തല്ല, അത് ഇനേർട്ട് അല്ല, അതിന്റെ തേയ്മാനം സംഭവിക്കാലോ, ചെയ്യാം. അടുത്ത് നോക്കാം, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡി നോക്കാം, magnesium plays a role in neuromuscular function and interneuronal transmission. മാഗ്നീഷ്യം ആണോ ഇവിടെ ന്യൂറോമസ്കുലാർ ഫംഗ്ഷൻ അതുപോലെ ന്യൂറോണൽ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, അതെറ്റാ. നമ്മൾ ലാസ്റ്റ് കാൽഷ്യം പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ നോക്കാം അതിന്റെ കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ മാഗ്നീഷ്യം ആണെന്ത്, ATP പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഓൾ എൻസൈം ദാറ്റ് യൂട്ടിലൈസ് ATP ഇൻ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ റിക്വയർ മാഗ്നീഷ്യം ആസ് ദ കോഫാക്ടർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ATP എന്ന് ഓർത്താൽ തന്നെ അവിടെ എന്ത്, മാഗ്നീഷ്യം ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമ്മുടെ ബോൺ എന്താണ്, ഇത് ഇനേർട്ട് അല്ല, അത് ചേഞ്ചിങ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കൂ, കാൽഷ്യം ആണെന്ത്, നമ്മുടെ ന്യൂറോ മസ്കുലർ ഫംഗ്ഷനും അതുപോലെ ഇന്റർ ന്യൂറോണൽ ട്രാൻസ്മിഷനും സഹായിക്കുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടി, പിന്നെ പല്ലിന്റെയും എല്ലിന്റെയും സംരക്ഷണത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, കാൽഷ്യമാണ്. അടുത്തത് ചേരുംപടിയാണ്. ഇവിടെ നമ്മുടെ ഓരോ ലെഫ്റ്റ് സൈഡിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, സീഷ്യം തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് ആണ്, ആപ്ലിക്കേഷൻ തന്നിട്ടുള്ളത്. നോക്കാം. ആദ്യം ലിഥിയം നിങ്ങൾ നോക്കൂ, സെക്കൻഡ് ടേബിളിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? യെസ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ യൂസ് ചെയ്യുന്നില്ലേ മെയിൻ ആയിട്ട് ലിഥിയം ഉണ്ടല്ലോ. അപ്പോ A2 വരുന്ന ഓപ്ഷൻ ഏതാണ് വരുന്നത്? A2 വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. എന്തായാലും ബാക്കി ഇവിടെ നോക്കാം. സോഡിയം എവിടെ യൂസ് ചെയ്യുന്നത്? സോഡിയത്തിന്റെ മെയിൻ യൂസ് നമ്മള് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ കൂളന്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? സോഡിയം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി KOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. KOH എന്താ? ഇറ്റ് ഈസ് ദ അബ്സോർബൻറ്റ് ഫോർ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ അബ്സോർബന്റ് ആയിട്ട് KOH യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സീഷ്യം ഫോട്ടോ ഇലക്ട്രിക് സെല്ലില് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്ത് മെയിൻ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്ന ആളുകൾ പെടുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ താഴോട്ട് വരുന്തോറും അതിന്റെ അയണൈസേഷൻ എനർജി കുറവല്ലേ വരുന്നത്. അപ്പം സീഷ്യത്തിനെ സംബന്ധിച്ച് എന്താണ്, അത്രയും ലാർജസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിലെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, എമിറ്റ് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം സീഷ്യ ഒക്കെ മെയിൻ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലായിട്ട് യൂസ് ചെയ്യുന്ന റീസൺ അതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, among the following alkaline earth metal halides, one which is covalent and soluble in organic solvent is. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്കറിയാം ഇതെന്താ കോവാൽ നേച്ചർ കാണിക്കുന്ന ആൽക്കൈൽ അല്ലെങ്കിൽ മെറ്റൽ ഹാലൈഡ് ഏതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, രണ്ടാളുകൾ നോക്കിയാൽ മതി. ഒന്ന് ലിഥിയം ക്ലോറൈഡ്, അതുപോലെ മാഗ്നീഷ്യത്തിലെ ബെറിലിയം ക്ലോറൈഡ്. ഇവരൊക്കെയാണല്ലോ അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ബെറിലിയവും ലിഥിയവും. അത് തന്നിരിക്കുന്ന ഓപ്ഷനിലാണ് മാഗ്നീഷ്യം ക്ലോറൈഡ്, അതല്ല. അടുത്ത് നോക്കൂ, ബെറിലിയം ക്ലോറൈഡ് എന്ത്, അത് കറക്റ്റ് ആണ്. ബെറിലിയം ക്ലോറൈഡ് ആണ് എന്ത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, BeCl2. ഇതെന്താണ്, ഇത് കോവാലൻ നേച്ചർ കാണിക്കുന്ന ആളാണ്. അതുപോലെ ഇതിന്റെ കോവാലൻ നേച്ചർ കൊണ്ട് തന്നെ ഇത് ഓർഗാനിക് സോൾവെന്റിൽ മാത്രമേ സൊല്യൂബിൾ ആവുന്നുള്ളൂ. നെക്സ്റ്റ്, the following metal ion activates many enzymes participate in the oxidation of glucose to produce ATP and with sodium is responsible for the transmission of nerve signals. പറയൂ, ഇവിടെ ഏത് വരും? ഇവിടെ സോഡിയത്തുമായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാരാ? ഇവിടെ വരുന്നത് പൊട്ടാഷ്യമാണ്. യെസ്, ഓക്കെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ്? താഴെ നിൽക്കുന്നതിൽ ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ് ഏതാണ് ചോദ്യം. നമുക്കറിയാം ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ് തരുന്നത്, അല്ലെങ്കിൽ ആംഫോട്ടറിക് ഓക്സൈഡ് തരുന്ന ആളാരാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ബെർലിയാണ് അല്ലേ. അപ്പോ നിങ്ങൾക്കറിയാം ബെർലിയത്തിന്റെ ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്, ബെർലിയത്തിന്റെ ഹൈഡ്രോക്സൈഡും ആംഫോട്ടറിക് ആണ്. ഓക്കെ അല്ലേ. അപ്പോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, enzyme that utilize ATP in phosphate transfer require an alkaline earth metal as the cofactor. ഇവിടെ ATPന്റെ കേസാണ് പറയുന്നത്. നോക്കാം ഏതാണ് വരിക. പറഞ്ഞു ATP എന്ന് വന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, മാഗ്നീഷ്യത്തിനെ ഓർക്കാം. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഈസ് മോസ്റ്റ് അസിഡിക് ഇൻ നേച്ചർ? തന്നിരിക്കുന്നവയിൽ മോസ്റ്റ് അസിഡിക് ഏതാണ് എന്ന ചോദ്യം. ഇവിടെ നോക്കാം, മാഗ്നീഷ്യം ഓക്സൈഡ്, ബെറിലിയം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഇതൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഓക്സൈഡ്സ് ആണല്ലോ അല്ലേ. ആണ്. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് പൊതുവെ എന്തായിട്ടാണ്, ബേസിക് ഓക്സൈഡ്സ് ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പൊ താഴോട്ട് വരുന്തോറും അതിന്റെ ബേസിക് ഓക്സൈഡ് അല്ലെങ്കിൽ ആ ബേസിസിറ്റി എന്താ കൂടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ബെറിലിയം ഓക്സൈഡ്, ദെൻ മാഗ്നീഷ്യം ഓക്സൈഡ്, പിന്നെ കാൽഷ്യം ഓക്സൈഡ്, ദെൻ ബേരിയം ഓക്സൈഡ്, BaO. അപ്പൊ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോഴും ബേസിസിറ്റി കൂടാണ്, അല്ലെങ്കിൽ ബേസിക് നേച്ചർ കൂടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോ ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ പോലെ ആസിഡിസിറ്റി നോക്കാൻ. അപ്പൊ തന്നിരിക്കുന്നവയിൽ നിങ്ങൾക്കറിയാം എന്താ, ബെറിലിയം ഓക്സൈഡ് എന്താണ്, ആംഫോട്ടറിക് ആണ്, ആസിഡ് നേച്ചർ കാണിക്കുന്നുണ്ട്, അതുപോലെ ബേസിക് നേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആസിഡിസിറ്റി കൂടിയ ആൾ ആരിനായിരിക്കും, അത് ബെറിലിയം ഓക്സൈഡ് ആണ്. മനസ്സിലായോ. അപ്പൊ നിങ്ങളോട് ആംഫോട്ടറിക് ചോദിച്ചാലും മോസ്റ്റ് അസിഡിക് ചോദിച്ചാലും തന്നിരിക്കുന്നവയിൽ ആരാണ്, ബെറിലിയം ഓക്സൈഡ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ബെറിലിയം ഓക്സൈഡ്, ദെൻ MgO, കാൽഷ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ്, ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ ബേസിക് ഓക്സൈഡുകളാണ്.
അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ബേരിയം ഓക്സൈഡും ഏറ്റവും വീക്കസ്റ്റ് ആസിഡിക് ഓക്സൈഡ് ഏതാണ്? ബേരിയം ഓക്സൈഡ് എന്ന് പറയാം. തന്നിരിക്കുന്നവയിൽ നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്? മോസ്റ്റ് ആസിഡിക് അല്ലെങ്കിൽ ഏതാണ് ചോദിച്ചത്? അതുകൊണ്ട് ബെറിലിയം ഓക്സൈഡ് ആണ് ആൻസർ. അടുത്ത നോക്കൂ, യമം, കാൽഷ്യം ഹൈഡ്രൈഡ്, ബെറിലിയം ഹൈഡ്രൈഡ്, ബേരിയം ഹൈഡ്രൈഡ്. ദ ഓർഡർ ഓഫ് അയോണിക് ക്യാരക്ടർ ഈസ്. തന്നിരിക്കുന്നതിൽ അയോണിക് ക്യാരക്ടർ ഏതാണ്? അപ്പൊ നോക്കൂ, നമുക്കറിയാം ഇപ്പൊ ഈ ഗ്രൂപ്പില് അയോണിക് ക്യാരക്ടർ താഴോട്ട് വരുംതോറും എന്താ സംഭവിക്കുന്നത്? കൂടി വരില്ല ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഹൈഡ്രൈഡ് നോക്കുകയാണെങ്കിൽ ബേരിയം ഹൈഡ്രൈഡ് അല്ലേ വലുത് ഉണ്ടാവുക, അല്ല അയോണിക് ക്യാരക്ടർ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് പറയാം ബേരിയം ഹൈഡ്രൈഡ് വരുന്നത് ഏതാണ് വലുത് വരുന്നത്? ഓപ്ഷൻ എയിലല്ലേ വരുന്നുള്ളൂ. അതിന്റെ ക്രമം വരുന്നത് ഒന്ന് ബെറിലിയം ഹൈഡ്രൈഡ്, അതെന്താ വളരെ ചെറുതാണ്. ബെറിലിയം ഹൈഡ്രൈഡ്, ദെൻ അതിന്റെ അയോണിക് ക്യാരക്ടർ പൊതുവെ കുറവാണല്ലോ. അടുത്താണ് ആര് വരിക? കാൽഷ്യം ഹൈഡ്രൈഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈഡ്രൈഡ് കാണിക്കുന്നത് ബേരിയം ഹൈഡ്രൈഡ് ആണ്. അപ്പൊ ഇതാണ് ഓർഡർ. സോ ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. അപ്പൊ ലാസ്റ്റ് ചോദ്യം, സൊലൂബിലിറ്റി ഓഫ് ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ സൾഫേറ്റ് ഇൻ വാട്ടർ ഡിക്രീസസ് ഇൻ ദ സീക്വൻസ്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റലിന്റെ സൾഫേറ്റുകളാണ്. അതായത് മാഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ്. ഇതിന്റെയൊക്കെ സൾഫേറ്റുകൾ വെള്ളത്തില് എന്താ പറയാ സൊലൂബിൾ അല്ലെങ്കിൽ അതിന്റെ സൊലൂബിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചത്. അതേതായിരിക്കും വരിക? നിങ്ങൾ പറയൂ. ഏറ്റവും കൂടുതൽ സൊലൂബിൾ ആർക്കായിരിക്കും തന്നിരിക്കുന്നതിൽ? നമുക്കറിയാം ഇവിടെ മാഗ്നീഷ്യത്തിനായിരിക്കും എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ഇതിന്റെ സൾഫേറ്റ് മാഗ്നീഷ്യം സൾഫേറ്റ് ആയിരിക്കും കൂടുതൽ സൊലൂബിൾ ആയിട്ട് വരിക. അതിനുശേഷം കാൽഷ്യം സൾഫേറ്റ് വരൂ, പിന്നെയാണ് സ്ട്രോൺഷ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സൊലൂബിലിറ്റി വാട്ടറിൽ സൊലൂബിലിറ്റി കാണിക്കുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, Mg greater than Ca, കാൽഷ്യം greater than സ്ട്രോൺഷ്യം greater than ബേരിയം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? അപ്പോ ഈ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ച PSC കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ നീറ്റ് എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ എന്തായാലും നന്നായിട്ട് നോക്കുക. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിന് കാണാം. സോ താങ്ക് യു സോ മച്ച്.